അയർലൻഡുമായിട്ടുള്ള ആദ്യ T20-യിലേറ്റ അവിശ്വസനീയ തോൽവി ഇന്ത്യൻ ക്യാമ്പിനെയാകെ ഉലച്ചിരിക്കുകയാണ്. ICC T20 ലോകകപ്പിൽ കിരീടം ചൂടിയ ശേഷം തൊട്ടടുത്ത കളിയിൽ തന്നെ ഇങ്ങനെയൊരു പ്രഹരം ഇന്ത്യ പ്രതീക്ഷിച്ചതുമല്ല. മുമ്പ് ഐറിഷ് ടീമുമായി ഏറ്റുമുട്ടിയപ്പോൾ തന്നെ സംഭവിച്ചതും അതുപോലെ അതിൽ നിന്ന് പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങാനും ഇന്ത്യൻ ടീം തയ്യാറായിരിക്കുകയാണ് എന്നുകൂടി പറയണം. ICC T20 ലോകകപ്പിൽ കിരീടം ചൂടിയ ശേഷം തൊട്ടടുത്ത കളിയിൽ തന്നെ ഇങ്ങനെയൊരു പ്രഹരം ഇന്ത്യ പ്രതീക്ഷിച്ചതുപോലെ വരികയും ചെയ്തില്ല. മുമ്പ് ഐറിഷ് ടീമുമായി ഏറ്റുമുട്ടിയ 8 T20കളും വിജയം ഇന്ത്യക്ക് തന്നെയായിരുന്നു. പക്ഷേ 9ാം ശ്രമത്തിൽ അവർ തോൽവികൾക്ക് ബ്രേക്കിട്ട് വൻ അട്ടിമറിക്ക് അവകാശികളാവുകയായിരുന്നു. 2 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ തന്നെ തോൽക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഈ തോൽവി വളരെയധികം നിരാശാജനകമായി തന്നെയാണ് മാറുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. 2 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഇതോടെ 0-1 പുറകിലാവുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും പറയാം, നാളത്തെയോടെ കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത കേൾക്കേണ്ടി വരും. നാളെ ഞായറാഴ്ച ഇതേ ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുന്ന മത്സരം ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ പറയാനുമുള്ളത്. ഓരോ തവണയും പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുകയും നോക്കുന്നത്. മത്സരം ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടമായി മാറുമ്പോൾ ഇതിൽ ജയിക്കാനായില്ലെങ്കിൽ പരമ്പര നഷ്ടം വലിയ നാണക്കേടും ഇന്ത്യയെ കാത്തിരിക്കുന്നു. മുൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ഒരു T20 പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ലെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനിടെ കഴിഞ്ഞ T20-യിൽ ഇന്ത്യയുടെ പരാജയത്തിന് പിന്നാലെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. എല്ലാവരും അതിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ബെൽഫാസ്റ്റിൽ തന്നെ സംഭവിച്ചത് എന്താണെന്നാണ് നോക്കുന്നത്. UK പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ, അതും ഫസ്റ്റ് ചോയ്സ് ടീമിനെ ഇറക്കിയിട്ടും അയർലൻഡിനോട് ഇന്ത്യക്കേറ്റ ഞെട്ടിക്കുന്ന പരാജയം ഇന്ത്യയെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ടീമിന്റെ പ്രകടനത്തെ കോച്ച് ഗൗതം ഗംഭീറും കടുത്ത നിരാശയിലാണ്, രോക്ഷത്തിലുമാണ് കണ്ടത്. മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ കോച്ചിംഗ് സംഘത്തിലുള്ളവരുമായി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുമായും ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഗംഭീർ ചർച്ച നടത്തുകയും ചെയ്തുവെന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ടീമിന്റെ പ്രകടനത്തിൽ കോച്ച് ഗൗതം ഗംഭീറിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഗംഭീറിന്റെ മുഖത്ത് വലിയ അതൃപ്തി കാണാമായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ തന്നെ ദൃശ്യങ്ങളായി മാറുന്നു. ഈ തരത്തിൽ മത്സരം കഴിഞ്ഞതിന് പുറകെ ഇത്തരം ഒരു അടിയന്തര മീറ്റിംഗ് കൂടി നമ്മൾ കണ്ടത് ICC T20 ലോകകപ്പിനിടയിലായിരുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ 8-ലെ ആദ്യ കളിയിൽ സൗത്ത് ആഫ്രിക്കയോട് വലിയ പരാജയം നേരിട്ടതിന് ശേഷമായിരുന്നു അത് സംഭവിച്ചത്. അന്ന് ഡഗ്ഔട്ടിൽ വെച്ചാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമായി കോച്ചിംഗ് സംഘത്തിലെ മറ്റുള്ളവരുമായി ടീമിന്റെ പ്രകടനത്തെക്കുറിച്ചും ഭാവി പ്ലാനുകളെക്കുറിച്ചും ഗംഭീർ ചർച്ച ചെയ്തത്. അതിനുശേഷമാണ് സിംബാബ്വേയുമായുള്ള അടുത്ത ഡുവോഡൈ മാച്ചിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തുകയും സഞ്ജുവിന് തന്നെ അത് ഉൾപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുകയും സമാനമായ സംഭവങ്ങൾ അവിടെ അരങ്ങേറുകയും ചെയ്തു. ഈ അഴിച്ചുപണി ടീമിന് ഗുണവും ചെയ്തു. അടുത്ത 4 മത്സരങ്ങൾ ജയിച്ചാണ് ഇന്ത്യ തുടർച്ചയായ 2ാം ലോക കിരീടം നേടിയത്.